ഇന്ത്യയിലെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരുടെയും പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ ആണ് ഛോട്ടാ ഭീം. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ 9 വയസ്സുകാരൻ ഭീമല്ല അമേരിക്കൻ ടിവികളിൽ തരംഗം സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ അവൻ തികച്ചും വ്യത്യസ്തനായ ഒരു കുഞ്ഞു ആവയാണ്. ഇന്ത്യയിലെ ഒരു ലോക്കൽ കാർട്ടൂൺ എങ്ങനെയാണ് ആഗോളതലത്തിൽ ഇത്രയും വലിയ വിജയകരമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. 2016 ആയപ്പോഴേക്കും ഛോട്ടാ ഭീം ഇന്ത്യൻ ടെലിവിഷൻ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. എന്നാൽ അമേരിക്കയോ യൂറോപ്പോ പോലുള്ള പാശ്ചാത്യ വിപണിയിലേക്ക് ഈ കാർട്ടൂൺ എത്തിക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. അതിന് പ്രധാനമായും 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഇതിലെ പക്ക പ്രാദേശികമായ ഹിന്ദി ഡയലോഗുകൾ. 2, ഇതിലെ ഇന്ത്യൻ സംസ്കാരവും ആചാരങ്ങളും. ഇത് ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്താൽ പോലും വിദേശികളായ കുട്ടികൾക്ക് കഥയുടെ പാശ്ചാത്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെയാണ് ഈ കാർട്ടൂണിന്റെ നിർമ്മാതാക്കളായ ഗ്രീൻ കോഡ് ആനിമേഷൻ കുട്ടികളുടെ മനഃശാസ്ത്രം വെച്ച് ഒരു കിടിലൻ തന്ത്രം മെനഞ്ഞത്. അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. 6 മുതൽ 11 വരെ വയസ്സുള്ള മുതിർന്ന കുട്ടികൾക്ക് കഥ മനസ്സിലാക്കാൻ ഡയലോഗുകൾ അത്യാവശ്യമാണ്. എന്നാൽ 2 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഡയലോഗുകളെക്കാൾ ഇഷ്ടം തമാശ നിറഞ്ഞ മുഖഭാവങ്ങളും വീഴ്ചകളും ശരീരഭാഷകളുമാണ്. ഈ ഒരു ഐഡിയ വെച്ച് അവർ ലോകത്തിലെ ഏറ്റവും വലിയ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സുമായി ഒരു ചരിത്രപരമായ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. അവർ നമ്മുടെ 9 വയസ്സുകാരൻ ഭീമിനെ 1 വയസ്സുള്ള കൊച്ചുകുട്ടിയാക്കി റീബാൻഡ് ചെയ്തു. അങ്ങനെയാണ് മൈറ്റി ലിറ്റിൽ ഭീം ജനിക്കുന്നത്. വിഷ്വൽസിന് മാത്രം പ്രാധാന്യം നൽകി സംഭാഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയതോടെ ലോകത്തിലെ ഏത് രാജ്യത്തുള്ള കുട്ടികൾക്കും ഭാഷയുടെ സഹായമില്ലാതെ ഇത് ആസ്വദിക്കാൻ പറ്റി. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ വിദേശികൾക്ക് വേണ്ടി അവർ ഈ കാർട്ടൂണിനെ വെസ്റ്റർനൈസ് ചെയ്തില്ല. ഭീമിന്റെ കുഞ്ഞു ധോത്തിയും നെറ്റിയിലെ കറുത്ത പൊട്ടും ലഡുവും കഴിക്കുന്ന ശീലവുമെല്ലാം അതുപോലെ നിലനിർത്തി. ഇത് പാശ്ചാത്യ കാർട്ടൂണുകളിൽ നിന്നും ഇതിനെ തികച്ചും വ്യത്യസ്തമാക്കി. കൂടാതെ ഒരു കുഞ്ഞിന്റെ കുസൃതികളും അമ്മയുടെ സ്നേഹവുമെല്ലാം ലോകത്ത് എവിടെയുള്ളവർക്കും എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ വിഷയങ്ങളായിരുന്നു. ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇന്ത്യക്ക് വെളിയിൽ ഏകദേശം 1.7 കോടിയിലധികം വീടുകളിലാണ് ഈ കാർട്ടൂൺ കണ്ടത്. ഹോളിവുഡിന്റെ വൻ ഹിറ്റായ ബോസ് ബേബിക്ക് തൊട്ടു പിന്നിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട 2ാമത്തെ കിഡ് ഷോ ആയി നമ്മുടെ മൈറ്റി ലിറ്റിൽ ഭീം മാറി. കൃത്യമായ സ്ട്രാറ്റജിയും ക്രിയേറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ പ്രാദേശികമായ ഒരു ആശയത്തിന് പോലും ലോകത്തെ കീഴടക്കാമെന്ന് ഭീം തെളിയിച്ചു. ബൈ.